അച്ചൻകോവിലിലെ ആദിവാസി കുഞ്ഞുങ്ങളുടെ ദുരവസ്ഥയിൽ ന്യൂസ് മലയാളം വാർത്ത ശരിവെച്ച പട്ടികജാതി വർഗ വകുപ്പ് മന്ത്രി കെ എ തുളസി എസ് ടി പ്രൊമോട്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളിൽ നേരിട്ടെത്തേണ്ട പ്രൊമോട്ടർ ഒരു തവണ പോലും അവിടെ എത്തിയില്ലെന്നും നിർബന്ധമായും ചെയ്യേണ്ട ജോലി പോലും നിർവഹിച്ചില്ലെന്നും മന്ത്രി പറഞ്ഞു. വകുപ്പിന് കീഴിലുള്ള വീഴ്ചകളിലും പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കെ എ തുളസി വ്യക്തമാക്കി. പ്രതികരണത്തിലേക്ക് ഞാൻ നേരിട്ട് ആ കുട്ടികളെയും കുട്ടികളുടെ അമ്മയും നേരിട്ട് സന്ദർശിച്ചതാണ്. അവരോട് നേരിട്ട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഇവർ ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്താണെങ്കിലും ഇവർ പ്രസവിച്ചതിന് ശേഷമാണെങ്കിലും ഈ പ്രൊമോട്ടർ അവരുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അത് അവരുടെ നേരിട്ട് തന്നെ ഞാൻ അവരോട് സംസാരിച്ചത് ഉറപ്പുവരുത്തിയതാണ്. അപ്പം ഇതൊരു എസ് ടി പ്രൊമോട്ടർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് പ്രശ്നം ഒതുക്കാനായിട്ട് കഴിയില്ലല്ലോ. നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് വളരെ വിശദമായിട്ടുള്ള വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. വേറെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടും തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കും. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, നമ്മുടെ വാർത്തയിലാണ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്, അതും ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ തന്നെ അതിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ മന്ത്രി നടത്തുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് നിലവിൽ അവരുടെ മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാവുന്നത്. നിലവിൽ ഈ പറയുന്നത് പോലെ ഒരു പ്രൊമോട്ടർക്കെതിരെ മാത്രം നടപടിയെടുത്തതുകൊണ്ട് ഇതിൽ കാര്യമായില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആർക്കൊക്കെതിരെയാവും ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുമ്പോൾ ആരൊക്കെയാവും ഇതിന്റെ പരിധിയിൽ വരിക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്യാമിലി, മന്ത്രി ഇന്നലെ നേരിട്ട് ആ കുടുംബത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. ഈ ദമ്പതികളായ രണ്ടുപേരെയും കണ്ടിരുന്നു, കുഞ്ഞുങ്ങളെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഗുരുതരമായ വീഴ്ചയാണ് ഈ പറയുന്ന എസ് സി പ്രൊമോട്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് മന്ത്രി തന്നെ പറയുന്നത്. അതൊരു വ്യക്തിയുടെ മാത്രം പോരായ്മ മാത്രമല്ല, ആ അത്തരത്തിലുള്ള വകുപ്പിന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും മന്ത്രി സമ്മതിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വീഴ്ചകൾ പരിശോധിച്ച് കർശനമായ നടപടിയെടുക്കുമെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയത്. കെ എ തുളസി വ്യക്തമാക്കിയത് ഈ പറയുന്ന എസ് സി പ്രൊമോട്ടർക്ക് നേരിട്ട് അവിടെ എത്തി, ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളെന്നുള്ളതിൽ നേരിട്ട് അവിടെ എത്തി ഓരോ കുടുംബത്തിലെയും, പ്രത്യേകിച്ച് പട്ടികവർഗ കുടുംബങ്ങളിലെ സ്ഥിതിഗതികൾ, കാര്യങ്ങൾ കൃത്യമായി വകുപ്പിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതാണ് അവരുടെ ജോലി. അക്കാര്യത്തിൽ വലിയ വീഴ്ച തന്നെയാണ് ഈ പറയുന്ന വ്യക്തി വരുത്തിയത്. മാത്രമല്ല, ഈ വീട്ടിൽ ഒരിക്കൽ പോലും അവർ സന്ദർശനം നടത്തിയിട്ടില്ല എന്നുള്ളതും മന്ത്രിയുടെ പരിശോധനയിലും അന്വേഷണത്തിലും കണ്ടെത്തി. അതുകൊണ്ട് തന്നെയാണ് കർശനമായ ഒരു നടപടി എടുക്കുന്നത്. ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ജോലിക്കാരനാണെങ്കിൽ പോലും അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ്. വകുപ്പിലെ മറ്റുദ്യോഗസ്ഥർക്കും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് മന്ത്രി കെ എ തുളസി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കർശന നടപടികളുമായി വിഷയത്തിൽ മുന്നോട്ട് പോകുമെന്നും കെ എ തുളസി ഇന്ന് നമ്മളോടായി നടത്തിയ പ്രതികരണത്തിൽ രാവിലെ പറഞ്ഞിട്ടുണ്ട്. കൊല്ലം അച്ചൻകോവിലാണ് ആദിവാസി ഉന്നതിയിൽ ഭാരക്കുറവോടുകൂടി ജനിച്ച കുട്ടികൾക്ക് മുലപ്പാലിന് പകരം ചൂടുവെള്ളം തിളപ്പിച്ചാറ്റി നൽകേണ്ട ഗതികേട് ഈ മാതാപിതാക്കൾക്ക് ഉണ്ടായത്. ആ സംഭവം പുറത്ത് കൊണ്ടുവന്നത് ന്യൂസ് മലയാളമാണ്. നമ്മുടെ കൊല്ലം റിപ്പോർട്ടർ ഷമീർ അബ്ദുള്ളാണ് ആ വാർത്ത പുറത്തേക്ക് എത്തിച്ചത്. അതിന് പിന്നാലെ തന്നെ അടിയന്തരമായ നടപടികൾ ഉണ്ടാകുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുക്കുകയും മന്ത്രി തന്നെ നേരിട്ട് ആ വീട്ടിൽ സന്ദർശനം നടത്തി തുടർ നടപടികൾ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. അമ്മയും കുഞ്ഞുങ്ങളെയും അടക്കം ആശുപത്രികളിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെയാണ് കർശന നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്ന് പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ എ തുളസി ഇന്ന് നമ്മളോടായി പ്രതികരിച്ചത്. ശ്യാമിലി, ശരി.